ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന 2023 PSC ബുള്ളറ്റിൻ മുഴുവനുമാണ് കേട്ടോ. അതായത് ജാനുവരി 2023 തൊട്ട് ഡിസംബർ 2023 വരെയുള്ള PSC ബുള്ളറ്റിനിലെ പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയം ഒട്ടും കളയാനില്ല. ആദ്യത്തെ പോയിന്റ്, കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് വാഗമൺ. ഓക്കെ, അപ്പോൾ കാരവൺ വാഗമൺ പറയുമ്പോൾ തന്നെ ഒരു പ്രാസം തോന്നണില്ലേ, കാരവൺ വാഗമൺ. ഓക്കെ, അടുത്ത പോയിന്റ്, നാഷണൽ ജോഗ്രഫിക് പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലം ആലപ്പുഴ. ഒരു പുഴയൊക്കെയാണ് അല്ലെ. അപ്പോൾ നമുക്ക് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാം. ഇനി കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടീക്കാറാം മീണയുടെ ആത്മകഥ ഏതാണ്? തോൽക്കില്ല ഞാൻ. ഓക്കെ, ടീക്കാറാം മീണ. മീണ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ അല്ലെ, നമ്മൾ എത്ര വീണാലും എന്നൊക്കെ ഓർക്കാം കേട്ടോ. എത്ര വീണാലും നമ്മൾ തോക്കാൻ പാടില്ല അല്ലെ. അപ്പൊ തോൽക്കില്ല ഞാൻ എന്നുള്ളത് ഓർത്തു വെക്കാം. കുടുംബശ്രീക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് 1998 മെയ് 17-ന്. ഓക്കെ, മെയ് 17-ന്. സംസ്ഥാനത്തെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമമായിട്ടുള്ള എന്നൂര് നിലവിൽ വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ പൂക്കോടാണ്. വയനാട് ജില്ലയിലെ പൂക്കോട്. എന്നൂര് വയനാട് ജില്ലയിലെ പൂക്കോട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാ? കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. കൂട്ട്. ഓക്കെ, അപ്പൊ അവർക്കൊരു കൂട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ, മൊബൈൽ ഫോണിൽ നിന്നൊക്കെ മാറ്റി അവർക്കൊരു കൂട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള എവിടെയാണ്? തവനൂർ, മലപ്പുറം. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് തവനൂർ, മലപ്പുറം. എന്റെ ഭൂമി പോർട്ടൽ ലക്ഷ്യമാക്കുന്നത് സ്ഥലങ്ങളുടെ വിവരങ്ങൾ ഭൂ ഉടമകൾക്ക് ലഭ്യമാക്കാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? സർവേ പപ്പു. സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ ഭാഗ്യചിഹ്നം സർവേ പപ്പു. ഇരുചക്ര വാഹനങ്ങൾ ഓട്ടം തടയുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ റേസ്. ആ റേസിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലെ. ഇരുചക്ര വാഹനങ്ങളുടെ റോഡിലെ മത്സരയോട്ടം തടയുന്നതിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹന നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ റേസ്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പോക്സോ കോടതി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണ്? എറണാകുളം. ഓക്കെ, കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എറണാകുളം. ഇന്ത്യയിൽ വാനര വസൂരി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ വാനര വസൂരി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം കേരളം. നാസയുടെ കീഴിൽ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത ആതിര പ്രീത റാണി. ഓക്കെ, നാസയുടെ കീഴിൽ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതയാണ് ആതിര പ്രീത റാണി. ഒരു റാണീനെ തന്നെ തെരഞ്ഞെടുത്തെന്നൊക്കെ ഓർത്തു വയ്ക്കുക അല്ലെ. നിയമസഭയിൽ എത്ര ദിവസം പൂർത്തിയാക്കിയപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ് മറികടന്നത്? 18,278 കേട്ടോ. 18,278. അപ്പൊ നിയമസഭയിൽ എത്ര ദിവസം പൂർത്തിയാക്കിയപ്പോഴാണ് ഉമ്മൻചാണ്ടി KM മാണിയുടെ റെക്കോർഡ് മറികടന്നത്? 278. കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സംവിധാനം കേരള സവാരി. കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സംവിധാനം ഏതാണ്? കേരള സവാരി. അനർഹമായി മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താൻ പൊതുവിതരണ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ. ഓക്കെ, അനർഹമായിട്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താൻ പൊതുവിതരണ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ യെല്ലോ. ഇനി കോളേജ് ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കുന്നതിനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ്? ബോധപൂർണിമ. അവർക്ക് ബോധം വരാം അല്ലെ, ലഹരി മുക്തമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബോധപൂർണിമ. കോളേജ് ക്യാമ്പസുകളിൽ ലഹരി മുക്തമാക്കുന്നതിനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആണ് ബോധപൂർണിമ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി പിണറായി വിജയൻ. നേരത്തെ മുമ്പത്തെ ആരായിരുന്നു? K കരുണാകരൻ അല്ലെ. ഇനി ലഹരിക്കെതിരെ കേരള സർക്കാർ രൂപീകരിച്ചുള്ള ലഹരി വിരുദ്ധ കർമ്മസേനയാണ് ആസാദ്. അപ്പൊ ലഹരിക്കെതിരെ കേരള സർക്കാർ രൂപീകരിച്ചുള്ള ലഹരി വിരുദ്ധ കർമ്മസേന ആസാദ് ആണ്. ആസാദ് എന്ന് പറഞ്ഞാൽ ഏജന്റ് ഫോർ സോഷ്യൽ അവയർനെസ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. സംസ്ഥാന മെഡിക്കൽ ടെക് ഇന്നോവേഷൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. സംസ്ഥാനത്തെ മെഡിക്കൽ ടെക് ഇന്നോവേഷൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. അടുത്ത് നോക്കാം, മലയാള മിഷൻ ഡയറക്ടറായിട്ട് ചുമതലയേറ്റിട്ടുള്ള ആരാണ്? മുരുകൻ കാട്ടാക്കട. മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ അല്ലെ, K സച്ചിദാനന്ദൻ. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനാണ്. അപ്പൊ കേരള സാഹിത്യം ഒക്കെ വായിച്ചു കഴിയുമ്പോൾ പലർക്കും ആനന്ദം വരുന്നൊക്കെ ഓർക്കാം. അപ്പൊ K സച്ചിദാനന്ദൻ. ഇപ്പോഴത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാ? MR ബൈജു അല്ലെ. ഇപ്പോഴത്തെ കേരള PSC ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അത് MR ബൈജു. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയിട്ടുള്ള വർഷം 1993 കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയിട്ടുള്ള വർഷം 1993.
3 ഇനി ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് നോക്കാം. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന കൃതി എഴുതിയിട്ടുള്ളത് SK വസന്തൻ. അപ്പൊ SK വസന്തന് 2023 എഴുത്തച്ഛൻ പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളത്. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന കൃതി എഴുതിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ SK വസന്തൻ. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം. ഓക്കെ, അപ്പൊ കുമാരന്മാരൊക്കെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പെൻഡുലം വെച്ചിട്ടൊക്കെ സ്കൂളിലൊക്കെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുക അല്ലെ. ഓർത്തു വെക്കാം, ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പിയുടെ ഏത് കൃതിക്കാണ് 47ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്? ജീവിതം ഒരു പെൻഡുലം. ഓക്കെ, അപ്പൊ ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ പുരസ്കാരം ലഭിച്ചു അല്ലെ. അപ്പൊ അത് ഏത് കൃതിക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ ജീവിതം ഒരു പെൻഡുലം. അടുത്ത പോയിന്റ് നോക്കാം. 2022 വയലാർ അവാർഡ് നേടിയിട്ടുള്ള S ഹരീഷിന്റെ നോവൽ മീശയാണ്. അപ്പൊ 2 മീശയും പിരിച്ചു വെച്ചെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ 2022 കണക്ട് ചെയ്യാം. 2022 വയലാർ അവാർഡ് നേടിയിട്ടുള്ള S ഹരീഷിന്റെ നോവൽ ഏതാണ്? മീശ. ഓക്കെ, 2021 വയലാർ അവാർഡ് നേടിയിട്ടുള്ള ബെന്യാമിന്റെ കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓക്കെ, അപ്പോ ബെനിയനില് മാന്തളിരായി അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും കറയായി എന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 വയലാർ അവാർഡ് നേടിയിട്ടുള്ള ബെന്യാമിന്റെ കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാ? 6-1 കേട്ടോ. 6-1. അപ്പൊ വള്ളത്തിൽ ഇങ്ങനെ പങ്കായം 1 പോലത്തെ ഒരു പങ്കായമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ 6-1. ഇനി സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. കേരള പിറവി ദിനത്തിൽ പ്രഖ്യാപിക്കുന്ന പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. വയലാർ അവാർഡ് നൽകി തുടങ്ങിയിട്ടുള്ള വർഷം ഏതാ? 1977. വയലാർ അവാർഡ് നൽകി തുടങ്ങിയിട്ടുള്ള വർഷം 1977 ആണ്. ഇനി വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയിട്ടുള്ള വർഷം ഏതാ? 1991. നമ്മൾ നേരത്തെ പറഞ്ഞു വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 6-1 എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പങ്കായം പോലത്തെ 1 കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ വർഷവും 1 ഉണ്ട് കേട്ടോ. 1991 ആണ്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള നോവൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ സമ്പർക്ക ക്രാന്തി വി ഷിനിലാലിന്റെ ആണ്. അപ്പോൾ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള നോവലാണ് നോ സമ്പർക്കം അല്ലെ. നോവൽ എന്ന് പറയുമ്പോൾ നോ സമ്പർക്കം എന്ന് ഓർത്ത് വെക്കാം. നമ്മൾ ഈ കോവിഡിലൊക്കെ പറയുന്ന പോലെ കേട്ടോ, കോവിഡ് സമയത്തൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അതേപോലെ തന്നെ നോവലൊക്കെ വായിച്ചു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ എഴുതിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കുന്ന ഓർക്കാം അല്ലെ. അപ്പൊ വി ഷിനിലാൽ. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ചെറുകഥ എഴുതിയിട്ടുള്ളത് PF മാത്യൂസിന്റെ മുഴക്കമാണ് കേട്ടോ. മുഴക്കം എന്ന ചെറുകഥയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ചെറുകഥ എഴുതിയിട്ടുള്ളത് ആരാണ് എഴുതിയിട്ടുള്ളത്? PF മാത്യൂസ് ആണ് എഴുതിയിട്ടുള്ളത്. ആരാണ് എഴുതിയിട്ടുള്ളത്? PF മാത്യൂസ് ആണ്. അപ്പൊ PF മാത്യൂസിന്റെ മുഴക്കത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മുഴക്കം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ചെറിയ ഒരു മുഴ വന്നപ്പോ നമ്മൾ PF എടുത്തു. PF ന്ന് പൈസ എടുത്തു എന്ന് ഓർക്കാം. അപ്പോ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ചെറുകഥ എഴുതിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ PF മാത്യൂസ് ആണ്. ഓക്കെ, മുഴക്കം എന്നുള്ളതാണ് ആ ചെറുകഥ കേട്ടോ. അടുത്ത പോയിന്റ്, 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള കവിത കടലാസ് വിദ്യയാണ്. NG ഉണ്ണികൃഷ്ണന്റെ ആണ്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള കവിതയാണ് കേട്ടോ കടലാസ് വിദ്യ. കവിത കടലാസ് വിദ്യ ആരുടെയാണ്? NG ഉണ്ണികൃഷ്ണൻ. കടലാസ് വെച്ചിട്ടുള്ള വിദ്യ നമ്മൾ ഉണ്ണികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നൊക്കെ ഓർക്കാം. അപ്പൊ കടലാസ് വിദ്യ NG ഉണ്ണികൃഷ്ണന്റെ ആണെന്നുള്ളത് ഓർത്തു വെക്കാം. പിന്നെ കവിതയാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള നാടകം എമിൽ മാധവിയുടെ കുമരു ആണ്. അപ്പൊ നാടകം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാധവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു നടിയുണ്ട്. അപ്പൊ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നാടകം ഏതാണ്? എമിൽ മാധവി കേട്ടോ. എമിൽ മാധവിയുടെ കുമരു എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുള്ളത് C അനൂപാണ്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുള്ളത് ആരാണ്? C അനൂപ് കേട്ടോ. C അനൂപ്. ഓക്കെ, യാത്രാ പുസ്തകം, യാത്രാ വിവരണം അല്ലെ. അപ്പൊ യാത്ര എന്നൊക്കെ പറയുമ്പോൾ ഒരു സി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓർക്കുക. സിയിലേക്ക് യാത്ര പോയിന്നോ. C അനൂപ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അടുത്ത പോയിന്റ് നോക്കാം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുള്ളത് C അനൂപാണ്. അപ്പൊ ദക്ഷിണാഫ്രിക്ക പോകാനായിട്ട് സി കൂടെ പോയി എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ C അനൂപാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുള്ളത് C അനൂപ്.
2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള മുറിവേറ്റവരുടെ പാതകൾ എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുള്ളത് ഹരിത സാവിത്രി. മുറിവേറ്റവരുടെ പാതകൾ അല്ലെ, പാതയില് കുറെ പച്ച കളറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഓർക്കാം, ഇലകളൊക്കെ ഉണ്ടെന്ന് ഓർക്കാം അല്ലെ, ഹരിത നിറം എന്നുള്ള രീതിയിൽ ഓർക്കാം. മുറിവേറ്റവരുടെ പാതകൾ എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുള്ളത് ഹരിത സാവിത്രി. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആത്മകഥ ന്യൂസ് റൂമാണ്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആത്മകഥ ന്യൂസ് റൂം. അടുത്ത പോയിന്റ് നോക്കാം. 2022 കേരള സാഹിത്യ അക്കാദമി ഹാസ്യ സാഹിത്യ പുരസ്കാരം നേടിയ ഒരു കുമരകംകാരന്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ എഴുതിയത് ജയന്ത് കമിച്ചേരിലാണ് കേട്ടോ. ജയന്ത് കമിച്ചേരിൽ ഹാസ്യ സാഹിത്യ പുരസ്കാരമാണ്. ആർക്കാണ് കിട്ടിയിട്ടുള്ള? ജയന്ത് കമിച്ചേരിൽ. നമ്മൾ പറയില്ലേ, നമ്മളൊരു ഹാസ്യം, നമ്മളൊരു തമാശ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ജയിച്ചു എന്ന് പറയും അല്ലെ. അപ്പൊ ജയന്ത് കമിച്ചേരിൽ എന്നുള്ളത് ഓർത്തു വെക്കാം. 2022 കേരള സാഹിത്യ അക്കാദമി ഹാസ്യ സാഹിത്യ പുരസ്കാരം നേടിയ ഒരു കുമരകംകാരന്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ എഴുതിയിട്ടുള്ളത് ജയന്ത് കമിച്ചേരിൽ. അടുത്ത പോയിന്റ് നോക്കാം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ചക്കര മാമ്പഴം എന്ന ബാലസാഹിത്യ കൃതി എഴുതിയിട്ടുള്ളത് ഡോക്ടർ കെ ശ്രീകുമാർ ആണ് കേട്ടോ. അപ്പൊ ചക്കര മാമ്പഴം ത്തിനൊക്കെ കല്ലെറിയുന്നത് കുമാരന്മാരാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. കുമാരന്മാരാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ കെ ശ്രീകുമാർ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ബാലസാഹിത്യമാണ്. ബാലന്മാർക്കും കുമാരന്മാർക്കും ഒക്കെ മാമ്പഴം. ഇനി 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ഓക്കെ, ബാലസാഹിത്യല്ല, അപ്പൊ കുഞ്ഞിതളുകൾ കേട്ടോ. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ഓക്കെ, അപ്പൊ 2 പോയിന്റ് ഒന്നും കൂടെ നോക്കിയാൽ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ചക്കര മാമ്പഴം എന്ന ബാലസാഹിത്യം എന്ന കൃതി എഴുതിയിട്ടുള്ളത് കെ ശ്രീകുമാർ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള കൃതിയാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതി എഴുതിയിട്ടുള്ളത് ആരാ? അത് പ്രിയ AS ആണ്. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരാണല്ലോ ഈ പറഞ്ഞിട്ടുള്ള ബാലന്മാര്. അപ്പൊ ബാലസാഹിത്യ പുരസ്കാരം കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതി എഴുതിയിട്ടുള്ളത് പ്രിയ AS. ബാലന്മാർ നമുക്ക് നല്ല പ്രിയമാണെന്നൊക്കെ ഓർത്തു വെക്കാം. പ്രിയ AS. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയിട്ടുള്ള അച്ഛന്റെ അലമാര എന്ന കൃതി എഴുതിയിട്ടുള്ളത് ഗണേഷ് പുത്തൂരാണ്. അപ്പൊ അച്ഛന്റെ പുത്തനായിട്ടുള്ള അലമാരാണെന്നുള്ള ഓർക്കുക അല്ലെ. അച്ഛന്റെ അലമാര എന്ന കൃതി എഴുതിയിട്ടുള്ളത് ഗണേഷ് പുത്തൂരാണ്. യുവ പുരസ്കാരമാണ് കേട്ടോ. യുവ പുരസ്കാരം. അപ്പൊ യുവാക്കൾ എന്ന് പറയുമ്പോൾ പുത്തൻ തലമുറ എന്നുള്ള രീതിയിലൊക്കെ എടുക്കല്ലോ. അപ്പൊ പുത്തൂരായിട്ട് ഓർത്തു വയ്ക്കുക. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയിട്ടുള്ള അച്ഛന്റെ അലമാര എന്ന കൃതി എഴുതിയിട്ടുള്ളത് ഗണേഷ് പുത്തൂര്. 2023 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലോങ് ജമ്പ് താരമായിട്ടുള്ള M ശ്രീശങ്കറിനാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. 2023 വർഷത്തെ കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ്? ലോങ് ജമ്പ് താരമായിട്ടുള്ള M ശ്രീശങ്കർ. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആർ വൈശാലി ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് കേട്ടോ. അപ്പൊ ആർ വൈശാലി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്സാണ്. ബുദ്ധിശാലികളാണ് ചെസ് കളിക്കാൻ ഓർക്കാം. അതേപോലെ ബുദ്ധിശാലി എന്നൊക്കെ പറയുന്ന പോലെ വൈശാലി. മലയാളി ശാസ്ത്രജ്ഞയായിട്ടുള്ള VR ലളിതാംബികയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയർ ലീജിയണൽ ദി ഓണർ പുരസ്കാരം ലഭിച്ചു. ജസ്റ്റ് ഓർക്കാം, ഷെവലിയർ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് ലളിതമായിട്ട് ഷേവ് ചെയ്യാന്നൊക്കെ ഓർക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് ഷേവ് ചെയ്യുക. അപ്പൊ ഷെവലിയർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് VR ലളിതാംബികയ്ക്ക് കേട്ടോ. 2023 വർഷത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരം പിന്നണി ഗായകൻ സുരേഷ് വാഡ്കർക്ക് ലഭിച്ചു. ലതാ മങ്കേഷ്കർ, സുരേഷ് വാഡ്കർ. ഓക്കെ, 2 സ്ഥലത്തും ഒരു കറുണ്ട് അല്ലെ. ലതാ മങ്കേഷ്കർ, സുരേഷ് വാഡ്കർ. അടുത്തത് 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കേട്ടോ, ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയിട്ടുള്ള ജില്ല മലപ്പുറം. ടൈം മാഗസിന്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ 2023 പുരസ്കാരം നേടിയിട്ടുള്ളത് ലയണൽ മെസ്സി ആണ്. ടൈം മാഗസിന്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ 2023 പുരസ്കാരം നേടിയിട്ടുള്ളത് ലയണൽ മെസ്സി. അടുത്ത പോയിന്റ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായിട്ട് 3ാം തവണയും നേടിയിട്ടുള്ളത് കൊൽക്കത്തയാണ്. അപ്പൊ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരമാണ്. അപ്പൊ അവരുടെ കയ്യിൽ കോലും കട്ടയൊക്കെ ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ അവരാരും ആക്രമിക്കാൻ വരില്ല എന്നൊക്കെ ഓർക്കാം. കൊൽക്കത്ത. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായിട്ട് 3ാം തവണയും നേടിയിട്ടുള്ളത് കൊൽക്കത്ത.
ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം 2023 നേടിയിട്ടുള്ളത് വിക്ടർ ഒസിംഹൻ ആണ്. വിക്ടർ ഒസിംഹൻ. അതേപോലെ തന്നെ വനിതാ താരം അസിസാറ്റ് ഒഷേലയാണ് കേട്ടോ. അസിസാറ്റ് ഒഷേല. ജസ്റ്റ് ഒന്ന് കേട്ടു പോവാ. ലോക അത്ലറ്റിക് കൗൺസിൽ 2023 മികച്ച അത്ലറ്റുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നോഹ ലൈൽസിനും അതുപോലെ തന്നെ ഫെയ്ത്ത കിപ്യാഗോ. ഓക്കെ, ലോക അത്ലറ്റിക് കൗൺസിൽ 2023 മികച്ച അത്ലറ്റുകളാണ്. 2023 മികച്ച അത്ലറ്റുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണ്? നോഹ ലൈൽസിൻ കേട്ടോ. ലൈൽസിൻ. അപ്പൊ ടൈലിലാണെങ്കിൽ കൂടി നന്നായിട്ട് ഓടിപ്പോണ ആളാണെന്ന് ഓർക്കുക കേട്ടോ. ടൈൽ എന്നൊക്കെ ഓർക്കാം. നോഹ ലൈൽസിൻ. അതേപോലെ തന്നെ രണ്ടാമത്തെ ആൾ, അതായത് വനിതാ താരം, നല്ല ഫെയ്ത്ത് ഉണ്ടായിരുന്നു എന്ന് ഓർക്കാം. ഓടിയപ്പോഴൊക്കെ ജയിക്കും എന്നുള്ളൊരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു എന്ന് ഓർക്കാം. ഫെയ്ത്ത കെപ്യാഗോ. അപ്പൊ ലോക അത്ലറ്റിക് കൗൺസിൽ 2023 മികച്ച അത്ലറ്റുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നോഹ ലൈൽസിൻ, അതേപോലെ തന്നെ ഫെയ്ത്ത് കിപ്യാഗോ. 2023 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് തിരുവനന്തപുരം. 2023 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് തിരുവനന്തപുരം. സർക്കാർ സ്കൂളുകളിൽ ഇന്റർനെറ്റ് ലഭ്യതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. സർക്കാർ സ്കൂളുകളിൽ ഇന്റർനെറ്റ് ലഭ്യതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായിട്ടുള്ള കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശജയായിട്ടുള്ള മീര ചന്ദിന് ലഭിച്ചു. സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായിട്ടുള്ള കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശജയായിട്ടുള്ള മീര ചന്ദിനാണ് ലഭിച്ചിട്ടുള്ളത്. ഫിഫ അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ജർമ്മനിയാണ് കേട്ടോ. 2023 ഫിഫ അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ജർമ്മനി ഓർത്തു വയ്ക്കാം. ഇനി ടൈം മാഗസിന്റെ 2023 വർഷത്തെ വ്യക്തിയായിട്ടുള്ള, അതായത് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ടൈലർ സ്വിഫ്റ്റിനെയാണ്. ടൈം മാഗസിന്റെ 2023 വർഷത്തെ വ്യക്തിയായി അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ടൈലർ സ്വിഫ്റ്റിനെയാണ് കേട്ടോ. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലോകത്തിലെ കരുത്തുള്ള വനിതകളുടെ പട്ടികയിൽ നിർമ്മല സീതാരാമൻ 32-ാമത്തെ സ്ഥാനത്താണ്. 32-ാമത്തെ സ്ഥാനത്ത്. ഓക്കെ, അപ്പൊ നിർമ്മല സീതാരാമൻ 32-ാം സ്ഥാനത്തല്ല. അപ്പൊ 1-ാം സ്ഥാനത്തുള്ളത് ആരാ? കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഊർജ്ജസ്വലത ഉള്ള ആളാണെന്നൊക്കെ ഓർക്കാം. ഉർസുല കേട്ടോ. ഊർജ്ജസ്വലത എന്നൊക്കെ ഓർക്കാം. ഉർസുല വോണ്ടൻ ലെയ്ൻ. ഓക്കെ, അടുത്ത പോയിന്റ്. യുണിസെഫിന്റെ 2023 യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് ഉമയാണ് കേട്ടോ. 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് ഉമയാണ്. യുണിസെഫിന്റെ ആണ് കേട്ടോ. അടുത്ത പോയിന്റ്. US സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി സാന്ദ്ര ഡേ ഒക്കോണർ ആണ് കേട്ടോ. ഒരു കോർണറിൽ പോയിരുന്നു എന്നൊക്കെ ഓർക്കാം. US സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ്. ആദ്യ വനിതാ ജഡ്ജി അല്ലേ, അപ്പൊ ഒരു കോർണറിൽ ഇരുന്നു എന്നൊക്കെ ഓർത്തു വയ്ക്കാം. ആരാണ്? സാന്ദ്ര ഡേ കോർണർ. അടുത്ത പോയിന്റ് നോക്കാം. 2023 ICC ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയയാണ്. 2023 ICC ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ 6-ാം ലോകകപ്പായിരുന്നു കേട്ടോ. 6-ാം ലോകകപ്പ് കിരീടമായിരുന്നു. അതേപോലെ തന്നെ ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ് ആണ്. ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ്. നല്ല ഹെഡ് ഉള്ള ഒരു താരം തന്നെയായിരുന്നു ഓർക്കാം അല്ലെ. നല്ല ബുദ്ധിയുള്ള ഹെഡ് ഉള്ള ട്രാവിസ് ഹെഡ്, ഓസ്ട്രേലിയ. ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയാണ് കേട്ടോ. ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയാണ്. ഓക്കെ, അപ്പോ ഒന്ന് ഓർത്തു വയ്ക്കാം. 2023 ICC ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ. 6-ാം തവണയാണ് ഓസ്ട്രേലിയക്ക് കിരീടം കിട്ടുന്നത്. ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ്, ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലി. അടുത്ത പോയിന്റ്. ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏക്ത കപൂറിനും ഹാസ്യ അവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം ലഭിച്ചു. അപ്പൊ ആർക്കൊക്കെയാണ് എമ്മി പുരസ്കാരം കിട്ടിയിട്ടുള്ളത്? വെച്ചിട്ടുള്ള ഏക്ത കപൂറിനും അതേപോലെ തന്നെ വീർദാസിനും ഓർത്തു വെക്കാം കേട്ടോ. 28-ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ടൈമിൽ സന്യാസിയായിട്ടൊക്കെ ജീവിച്ച ഒരാളാണെന്ന് ഓർക്കാം. സനൂസിയാണ് കേട്ടോ. ക്രിസ്റ്റോഫ് സനൂസി. 28-ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയത് പെരുമാൾ മുരുകൻ. JCB ഒക്കെ വെച്ചിട്ട് മാള് റെഡിയാക്കിയെന്ന് ഓർക്കാം കേട്ടോ. മാളിന്റെ പണിയൊക്കെ തുടങ്ങുന്നേക്കാൾ മുമ്പ് മാള് റെഡിയാക്കിയെന്നൊക്കെ ഓർക്കാം. നമ്മുടെ ലുലു മാളൊക്കെ പറയുന്ന പോലെ പെരുമാൾ മുരുകൻ. 2022 കിട്ടിയിട്ടുള്ളത് ഖാലിദ് ജാവേദ്. ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫയർ ബേർഡൻ ആണ് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 2023 JCB സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ള പെരുമാൾ മുരുകൻ, ഫയർ ബേർഡിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 വർഷത്തെ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പ്രൊഫറ്റ് സോങ് എന്ന നോവൽ രചിച്ചിട്ടുള്ളത് പോൾ ലിഞ്ച് ആണ്. പ്രൊഫറ്റ് സോങ് പോൾ ലിഞ്ച്. അപ്പൊ ലഞ്ച് കഴിക്കുന്ന സമയത്ത് സോങ് കേട്ടെന്ന് ഓർക്കാം അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ ബുക്ക് വായിച്ചെന്ന് ഓർക്കാം. ബുക്കർ പ്രൈസ് ആയിട്ട് കണക്ട് ചെയ്യാം. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം ആസ്പദമാക്കി നെല്ല് എന്ന നോവൽ എഴുതിയിട്ടുള്ളത് P. വത്സല. അപ്പൊ P. വത്സലയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. നെല്ല് എന്ന നോവൽ എഴുതിയിട്ടുള്ളത്
പി വത്സല. മികച്ച ഫുട്ബോൾ താരത്തിനോട് 2023 ബാലൻഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ളത് ലയണൽ മെസ്സിയാണ് കേട്ടോ. അതേസമയം വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? എയ്ത്താന ബോൺമതി. എയ്ത്താന ബോൺമതി. ബോള് മതി എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. എയ്ത്താന ബോൺമതി. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സെഞ്ചുറി നേടിയിട്ടുള്ളത് ഗ്ലെൻ മാക്സ്വൽ ആണ്. അപ്പോ ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയിട്ടുള്ള സെഞ്ചുറി അല്ലെ. അപ്പൊ മാക്സിമം സ്പീഡിൽ തന്നെ സെഞ്ചുറി കിട്ടിയെന്ന് ഓർക്കാം. അപ്പൊ മാക്സിമം എന്ന് ഓർക്കാം. ഗ്ലെൻ മാക്സ്വൽ. ഗോവയിൽ നടന്നിട്ടുള്ള 37ാമത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ പതാക ഏന്തിയിട്ടുള്ള നീന്തൽ താരം സാജൻ പ്രകാശ് ആണ്. ഗോവയിൽ നടന്നിട്ടുള്ള 37ാമത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ പതാക ഏന്തിയിട്ടുള്ള താരം സാജൻ പ്രകാശ്. 2023 വർഷത്തെ ഭരണഭാഷ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയാണ്. 2023 വർഷത്തെ ഭരണഭാഷ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മലപ്പുറം ജില്ല. മികച്ച വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ സ്ഥിതി വിവര കണക്ക് വകുപ്പ് കേട്ടോ. മികച്ച വകുപ്പ് സ്ഥിതി വിവര കണക്ക് വകുപ്പ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് 2023 CBI രാജ്യവ്യാപകമായിട്ട് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര. അപ്പൊ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് കേട്ടോ, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് CBI രാജ്യവ്യാപകമായിട്ട് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര. ഓക്കെ. ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് നേടിയിട്ടുള്ള ഇന്ത്യൻ വംശജ നന്ദിനി ദാസ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോവാ. ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് നേടിയിട്ടുള്ള വംശജ നന്ദിനി ദാസ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ളത് ഡോക്ടർ SK വസന്തൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു കേട്ടോ. ഇനി 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. അടുത്ത പോയിന്റ്, രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് ആയിട്ടുള്ള താരം ഏഞ്ചലോ മാത്യൂസ് ആണ് കേട്ടോ. ഏഞ്ചലോ മാത്യൂസ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് ആയിട്ടുള്ള താരം ഏഞ്ചലോ മാത്യൂസ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് സ്ഥാനമേറ്റിട്ടുള്ള ആദ്യ ദളിത് വംശജൻ ഹീരാലാൽ സമരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് സ്ഥാനമേറ്റിട്ടുള്ള ആദ്യ ദളിത് വംശജൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഹീരാലാൽ സമരിയ. വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായിട്ടുള്ള കേരള ജ്യോതി 2023 സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ചത് ടി പത്മനാഭനാണ്. ഓക്കെ. അപ്പൊ ടീ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് കത്തിക്കും അല്ലെ, ലൈറ്റ് ഓൺ ചെയ്യും, സ്റ്റൗ കത്തിക്കും, അപ്പൊ ജ്യോതി വരുന്നൊക്കെ ഓർക്കാം. അപ്പൊ കേരള ജ്യോതി 2023 പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? ടി പത്മനാഭൻ. സാമൂഹിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായിട്ടുള്ള കേരള പ്രഭ 2023 പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ജസ്റ്റിസ് M ഫാത്തിമ ബീവി. ഓക്കെ. ഇനി കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായിട്ടുള്ള കേരള പ്രഭ 2023 പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സൂര്യകൃഷ്ണമൂർത്തി. അപ്പൊ കേരള പ്രഭ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? ഫാത്തിമ ബീവിക്കും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ സൂര്യകൃഷ്ണമൂർത്തി. ഓക്കെ. സൂര്യകൃഷ്ണമൂർത്തി കലാമേഖലയിലാണ് കേട്ടോ. 2023 കേരളശ്രീ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരൊക്കെയാണ്? പുനലൂർ സോമരാജൻ, VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ പണ്ഡിറ്റ് രമേശ് നാരായൺ. അപ്പൊ ജസ്റ്റ് ഓർക്കാം, ഇതിനകത്ത് കേരളശ്രീ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചന്ദ്രനും സൂര്യനൊക്കെ ഉണ്ടെന്ന് ഓർക്കാം. അപ്പൊ സോമരാജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രനാണ് അല്ലെ. സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അതേപോലെ തന്നെ രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ. പിന്നെ ചന്ദ്രശേഖരൻ, കണ്ടോ ചന്ദ്രൻ, വീണ്ടും ചന്ദ്രൻ വന്നിട്ടുണ്ട്. പിന്നെ VP ഗംഗാധരൻ. അപ്പൊ ഗംഗാ പുഴ, ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കുക കേട്ടോ. സൂര്യൻ, ചന്ദ്രൻ, പിന്നെ ഗംഗ, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. VP ഗംഗാധരൻ. അതേപോലെ തന്നെ പണ്ഡിറ്റ് രമേശ് നാരായൺ. അപ്പോ പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവനമാണ്, VP ഗംഗാധരൻ ആരോഗ്യം, രവി DC വാണിജ്യം, KM ചന്ദ്രശേഖരൻ സിവിൽ സർവീസ്, പണ്ഡിറ്റ് രമേശ് നാരായണൻ കലയാണ്. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് 23 എന്താ? നാഷണൽ സ്പേസ് ഡേ ആണ്. അടുത്ത പോയിന്റ്, ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ മടങ്ങി വരവിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ മടങ്ങി വരവിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അജയ്. കേരള അക്കൗണ്ടന്റ് ജനറൽ ആയിട്ട് ചുമതലയേറ്റിട്ടുള്ളത് ആരാണ്? അദൂർവ സിൻഹയാണ്. അടുത്ത പോയിന്റ്, കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കോ ബാങ്ക് കേട്ടോ. കോ ബാങ്ക്.
പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠ. ഓക്കെ, ശ്രേഷ്ഠരാക്കാൻ വേണ്ടി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠ. കലാ, സാഹിത്യം, സാംസ്കാരികം എന്നീ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭ അവാർഡ് നേടിയിട്ടുള്ളത് MT വാസുദേവൻ നായരാണ് കേട്ടോ. MT വാസുദേവൻ നായർ. അടുത്ത പോയിന്റ്, രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ദേശീയ പതാക ഉയർത്തിയിട്ടുള്ളത് പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിലാണ് കേട്ടോ. പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിൽ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ദേശീയ പതാക ഉയർത്തിയിട്ടുള്ളത് പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിൽ. ഉയരം 418 അടിയാണ്. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആയിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ്? ബി അനന്തകൃഷ്ണൻ. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആണ് കേട്ടോ. വൈസ് ചാൻസലർ ആയിട്ട് നിയമിതനായത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബി അനന്തകൃഷ്ണൻ. അടുത്ത പോയിന്റ് നോക്കാം. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ട് ഏതാണ്? വ്യോമമിത്ര. ഏതാണ്? വ്യോമമിത്ര. ചൈനയിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള മലയാളി സിദ്ധാർത്ഥ ബാബു ആണ് കേട്ടോ. അപ്പൊ ചൈനയിൽ നടന്നിട്ടുള്ള ഏഷ്യൻ പാരാ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള മലയാളിയാണ് സിദ്ധാർത്ഥ ബാബു. ഓക്കെ. 37ാമത്തെ ദേശീയ ഗെയിംസിന് വേദിയായിട്ടുള്ളത് ഗോവയാണ്. 37ാമത്തെ ദേശീയ ഗെയിംസിന് വേദിയായിട്ടുള്ളത് ഗോവ. 14ാമത്തെ JC ഡാനിയൽ പുരസ്കാരം 2023. അതിലെ മികച്ച സിനിമ നാഥാൻ കേസുകോട്, മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി മഞ്ജു വാര്യർ, മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. ഓക്കെ. 14ാമത്തെ JC ഡാനിയൽ പുരസ്കാരം 2023 മികച്ച സിനിമ നാഥാൻ കേസുകോട്, മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി മഞ്ജു വാര്യർ, മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് PK രാമചന്ദ്രൻ നായർ. ഓക്കെ. 2022 കേരള ശാസ്ത്ര പുരസ്കാരം. ഓക്കെ, ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് PK രാമചന്ദ്രൻ. അപ്പൊ നമുക്ക് ചന്ദ്രയാൻ 3യും അതേപോലെ തന്നെ ശാസ്ത്രവുമായിട്ടൊക്കെ കണക്ട് ചെയ്യാലോ. അപ്പൊ രാമചന്ദ്രൻ നായർ. ഓക്കെ. ഇനി പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ISRO ചെയർമാൻ ആയിട്ടുള്ള S സോമനാഥനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ISRO ചെയർമാൻ ആയിട്ടുള്ള S സോമനാഥനാണ് കിട്ടിയിട്ടുള്ളത്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് KN ശാന്തകുമാർ. ഓക്കെ, KN ശാന്തകുമാർ. പ്രസ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ന്യൂസ് ആയിട്ട് കണക്ട് ചെയ്യാം. പ്രസ് അല്ലേ. അപ്പൊ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശാന്തനായിട്ടൊക്കെ ഇരുന്ന് വായിക്കാൻ ഓർക്കാം. KN ശാന്തകുമാർ. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ. തുടർച്ചയായിട്ടുള്ള 3ാം തവണയും ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നേടിയിട്ടുള്ളത് മാക്സ് വെർസ്റ്റപ്പൻ ആണ്. ഓക്കെ, തുടർച്ചയായിട്ടുള്ള 3ാം തവണയും ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നേടിയിട്ടുള്ളത് മാക്സ് വെർസ്റ്റപ്പൻ. 2023 വയലാർ സാഹിത്യ അവാർഡ് നേടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി. 2023 ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 2023 വയലാർ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി. ഓർത്തു വെച്ചേക്കണേ. ഇനി കൃതി ചോദിക്കുകയാണെങ്കിൽ ജീവിതം ഒരു പെൻഡുലം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയിട്ടുള്ള ആദ്യ കപ്പൽ ഷെൻഹുവ 15. ഓക്കെ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15, ചൈനീസ് ആണ്. ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ളത് രോഹിത് ശർമ്മയാണ്. ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ളത് രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയിട്ടുള്ളത് രോഹിത് ശർമ്മയാണ്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചുള്ള സംസ്ഥാനം തെലങ്കാന. ഇന്ത്യയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചുള്ള സംസ്ഥാനം തെലങ്കാന. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് 2023 നേടിയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഏഷ്യ കപ്പ് 2023 നേടിയിട്ടുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ആപ്പിൾ ഐഫോണുകളിൽ ഉപയോഗിക്കുന്ന ISRO വികസിപ്പിച്ചിട്ടുള്ള നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. ഓക്കെ, ആപ്പിൾ ഐഫോണുകളിൽ ഉപയോഗിക്കുന്ന ISRO വികസിപ്പിച്ചിട്ടുള്ള നാവിഗേഷൻ സംവിധാനം നാവിക്. ഓർക്കാൻ പറ്റില്ലേ? സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം 2023 നേടിയിട്ടുള്ള ആദ്യ ട്രാൻസ്ജെൻഡർ വനിത കിം പെഡ്രാസ് ആണ്. ഓക്കെ, സംഗീത ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം 2023 നേടിയിട്ടുള്ള ആദ്യ ട്രാൻസ്ജെൻഡർ വനിത ചോദിക്കുകയാണെങ്കിൽ കിം പെഡ്രാസ്. 2021 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള ആരാ?
വഹീദ റഹ്മാൻ ആണ് കേട്ടോ. 2021 ദാദ വഹീദ അല്ലെ, ഒരു ദായൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ 2021 ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. 2021 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള ആരാണ്? വഹീദ റഹ്മാൻ. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് സുരേഷ് ഗോപിനെയാണ്. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് സുരേഷ് ഗോപി. ഓസ്കർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി പരിഗണിക്കപ്പെട്ട മലയാള ചിത്രം 2018. ഓസ്കർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായിട്ട് പരിഗണിക്കപ്പെട്ട മലയാള ചിത്രം 2018 രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് നമ്മുടെ കേരളമാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയിട്ടുള്ളത് കേരളം. 2023 ലൈഫ് ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഫസ്റ്റ് മൈക്രോസോഫ്റ്റ് ആണ്. 2ാം സ്ഥാനത്താണ് ആപ്പിൾ വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യ സ്ഥാനത്തുള്ളത് മൈക്രോസോഫ്റ്റ് ആണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇന്നു മുതൽ അറിയപ്പെടുന്ന പേര് സംവിധാൻ സദൻ. ഓക്കെ, പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് ചോദിക്കുകയാണെങ്കിൽ സംവിധാൻ സദൻ. 2023 ബുക്കർ പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഇന്ത്യൻ വംശജയായിട്ടുള്ള ചേതന മാരുവിന്റെ നോവലാണ് വെസ്റ്റേൺ ലെയിൻ. ജസ്റ്റ് ഓർക്കാം, ആ ലെയിനിൽ നിന്ന് മാറൂ അല്ലെ, ആ വഴിയിൽ നിന്ന് മാറൂ എന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ചേതന മാരുവിന്റെ നോവൽ ഏതാണ്? വെസ്റ്റേൺ ലെയിൻ. ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറായിട്ട് ചുമതലയേറ്റിട്ടുള്ളത് പ്രമീള മാലിക്. ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറായിട്ട് ചുമതലയേറ്റിട്ടുള്ളത് പ്രമീള മാലിക്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ റിപ്പോർട്ടിൽ ആഗോളതലത്തിൽ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഓക്കെ, ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ റിപ്പോർട്ടിൽ ആഗോളതലത്തിൽ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. ഓക്കെ, ഡ്യൂററ്റ് കപ്പ് ഫുട്ബോൾ കിരീടം 2023 നേടിയിട്ടുള്ളത് മോഹൻ ബഗാൻ ആണ്. ഡ്യൂററ്റ് കപ്പ് ഫുട്ബോൾ കിരീടം 2023 നേടിയിട്ടുള്ളത് മോഹൻ ബഗാൻ. അണ്ടർ 16 സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. പഠിച്ചു വെച്ചേക്കാം. അണ്ടർ 16 സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ള രാജ്യം ഇന്ത്യ. US ഓപ്പൺ വനിതാ കിരീടം നേടിയിട്ടുള്ളത് കോക്കോ ഗൌഫ് ആണ് കേട്ടോ. US ഓപ്പൺ വനിതാ കിരീടം 2023 US ഓപ്പൺ വനിതാ കിരീടം നേടിയിട്ടുള്ളത് കോക്കോ ഗൌഫ്. ജസ്റ്റ് ഓർക്കാം, നമുക്ക് US എന്ന് പറയുമ്പോൾ അസ് എന്ന് ഓർക്കാം, ഇംഗ്ലീഷിലെ അസ് അല്ലെ. നമുക്ക് എല്ലാവർക്കും കൊക്കോ ഇഷ്ടമാണോ ചോക്ലേറ്റ് ഇഷ്ടമാണോ എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ US ഓപ്പൺ വനിതാ കിരീടം നേടിയിട്ടുള്ളത് കോക്കോ ഗൌഫ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ US ഓപ്പൺ പുരുഷ കിരീടം നേടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച്. 2023 3 കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ്. ഏതൊക്കെയായിരുന്നു? 2023 3 കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ് കേട്ടോ. ഏതൊക്കെയായിരുന്നു കിട്ടിയിട്ടുണ്ടെന്ന്? ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, US ഓപ്പൺ. അഫൂന്ന് ഓർത്തു വെക്കാം കേട്ടോ. പിന്നെ വിംബിൾഡൺ മാത്രമാണ് അൽക്കാരസിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ഓർത്തു വെക്കാം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയിട്ടുള്ളത് ഇടുക്കിയാണ്. പാലക്കാട് 2ാം സ്ഥാനം. ഓക്കെ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയിട്ടുള്ളത് ഇടുക്കിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പൊ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം 2023 നേടിയിട്ടുള്ള മോഹൻ ബഗാൻ. അണ്ടർ 16 സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ള രാജ്യം ഇന്ത്യ. US ഓപ്പൺ വനിതാ കിരീടം നേടിയിട്ടുള്ളത് കോക്കോ ഗൌഫ്. US ഓപ്പൺ പുരുഷ കിരീടം നേടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയിട്ടുള്ളത് ഇടുക്കി ജില്ലയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇയാൻ വിൽമൂട്ട് അന്തരിച്ചു. ലോകത്ത് ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന ചെമ്മരിയാടിനെ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു കേട്ടോ. ഇയാൻ വിൽമൂട്ട് അന്തരിച്ചു. കേരള ലോട്ടറിയുടെ പുതിയ ഔദ്യോഗിക ചിഹ്നം പുൽച്ചാടി. കേരള ലോട്ടറിയുടെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പുൽച്ചാടി. 2023 G20 ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് 2023 നമ്മുടെ ഇന്ത്യ അല്ലെ. 2024 ബ്രസീലാണ്, റിയോ ഡി ജനീറോ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് പേടകമിറക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൗത്ത് പോളിൽ ആദ്യമായിട്ട് പേടകമിറക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 3ന്റെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തിട്ടുള്ള ഡേറ്റ് 2023 ഓഗസ്റ്റ് 23. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അത് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നു അല്ലെ. അടുത്ത പോയിന്റ്, ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയിട്ടുള്ള സ്ഥലം അറിയപ്പെടുന്ന പേര് ശിവശക്തിയാണ്. ശിവശക്തി. ചന്ദ്രയാൻ 2 ആണെങ്കിൽ തിരങ്കാണ് കേട്ടോ. ചന്ദ്രയാൻ 2 ഇറങ്ങിയിട്ടുള്ള സ്ഥലം തിരങ്ക്. ചന്ദ്രയാൻ 3 ഇറങ്ങിയിട്ടുള്ള സ്ഥലത്തിന്റെ പേര് ശിവശക്തി. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് 23. നമ്മൾ പറഞ്ഞു നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നു ഓഗസ്റ്റ് 23 അല്ലെ. ഓക്കെ, വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം സ്പെയിൻ ആണ്. വനിതകൾ കുറച്ച് പെയിനൊക്കെ എടുത്തിട്ട് കളിച്ച് ജയിച്ചാണെന്നൊക്കെ ഓർക്കാം. അപ്പൊ വനിതാ ഫുട്ബോൾ ആണ്. വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം സ്പെയിൻ.
ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ ആയിട്ട് നിയമിതനായിട്ടുള്ളത് പ്രകാശ് ശ്രീവാസ്തവ. ദേശീയ ഹരിത ട്രിബ്യൂണൽ. ഓക്കെ, അപ്പൊ പച്ച കളറിലെ പ്രകാശം എന്നൊക്കെ ഓർക്കാം. ഹരിത നിറം എന്നൊക്കെ പറയുന്ന പോലെ പച്ചപ്രകാശം. ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ ആയിട്ട് നിയമിതനായിട്ടുള്ളത് പ്രകാശ് ശ്രീവാസ്തവ. ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ആയിട്ട് നിയമിതനായിട്ടുള്ളത് PB ശേഖരനാണ്. ഓക്കെ, ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ആയിട്ട് നിയമിതനായിട്ടുള്ളത് PB ശേഖരൻ. അപ്പൊ നികുതിയുടെ ഒക്കെ ടാക്സിന്റെ ഒക്കെ പേപ്പേഴ്സ് ഇങ്ങനെ ശേഖരിച്ചു വെച്ചെന്ന് ഓർക്കാം കേട്ടോ. PB ശേഖരൻ. അടുത്ത പോയിന്റ് നോക്കാം. ചെസ് ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി ജേതാവായിട്ടുള്ളത് മാഗ്നസ് കാൾസൺ ആണ്. നോർവേക്കാരനാണ് മാഗ്നസ് കാൾസൺ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2023 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് ആണ് കേട്ടോ. റോക്കറ്ററി ദ നമ്പി എഫക്റ്റ്. ഓക്കെ, മികച്ച നടൻ അല്ലു അർജുൻ ആണ്. മികച്ച നടി ആലിയ ഭട്ടും കൃതി സനോൻ. മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ. ജനപ്രിയ ചിത്രം RRR. ഓക്കെ, അപ്പൊ 2023 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് റോക്കറ്ററി ദ നമ്പി എഫക്റ്റ്. ഓക്കെ, മികച്ച നടൻ അല്ലു അർജുൻ, മികച്ച നടി ആലിയ ഭട്ടും കൃതി സനോൻ, പിന്നെ മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ, ജനപ്രിയ ചിത്രം RRR. അടുത്ത പോയിന്റ്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയിട്ടുള്ളത് നീരജ് ചോപ്ര. അടുത്ത പോയിന്റ്, ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ് കേട്ടോ. ഇന്ത്യ 2ാം സ്ഥാനത്ത്. ആദ്യത്തെ സ്ഥാനത്തുള്ളത് ചൈനയാണ്. ഇനി ലോക ബ്ലൈൻഡ് ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യയാണ്. ലോക ബ്ലൈൻഡ് ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി HS പ്രണോയ്. ഓക്കെ, ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി ചോദിക്കുകയാണെങ്കിൽ അത് HS പ്രണോയ്. അടുത്ത പോയിന്റ് നോക്കാം. സ്ഥിതി വിവര ശാസ്ത്ര ശാഖയിൽ ഇന്ത്യൻ ഇതിഹാസം CR റാവു അന്തരിച്ചു. അറിഞ്ഞു വെച്ചേക്ക്, സ്ഥിതി വിവര ശാസ്ത്ര ശാഖയിലെ ഇന്ത്യൻ ഇതിഹാസം CR റാവു അന്തരിച്ചു. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. സസ്യജനിതക സംരക്ഷണത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള ഗോത്ര കർഷക ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പരപ്പി അമ്മയാണ് കേട്ടോ. സസ്യജനിതക സംരക്ഷണത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള ഗോത്ര കർഷക ചോദിക്കുകയാണെങ്കിൽ പരപ്പി അമ്മ. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കോഴിക്കോടാണ്. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കോഴിക്കോട്. ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിച്ചിട്ടുള്ള അധ്യാപിക ബിയാട്രസ്. ഓക്കെ, ലോകത്ത് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിച്ചിട്ടുള്ള അധ്യാപിക ചോദിക്കുകയാണെങ്കിൽ ബിയാട്രസ്. ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുള്ളത് ഇന്ത്യയാണ്. ലോക അമ്പെയ്ത്ത് കേട്ടോ. അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുള്ളത് ഇന്ത്യ. 300 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള മലയാളി ഹോക്കി താരമാണ് PR ശ്രീജേഷ്. 2023 15ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ദക്ഷിണാഫ്രിക്ക അല്ലെ. ധർമ്മൻ, ദക്ഷിണാഫ്രിക്ക. 15, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു 5 പോലെ ഇരിക്കുന്ന S അല്ലെ, സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 5 കിട്ടും. 5 പോലെ ഇരിക്കുന്ന സൗത്ത് ആഫ്രിക്ക എന്നുള്ളത് ഓർത്തു വെക്കുക. G20 2023 വേദി എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു അല്ലെ. ഇനി G20 2024 വേദിയാകാൻ പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബ്രസീല്, റിയോ ഡി ജനീറോ. ഓക്കെ, അടുത്ത പോയിന്റ്, ചാന്ദ്ര പരിവേഷണ ദൗത്യമായിട്ടുള്ള ലൂണ 25 വിക്ഷേപിച്ചിട്ടുള്ളത് റഷ്യയാണ് കേട്ടോ. പരാജയമായിരുന്നു. ചാന്ദ്ര പരിവേഷണ ദൗത്യമായിട്ടുള്ള ലൂണ 25 വിക്ഷേപിച്ചിട്ടുള്ളത് റഷ്യ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനാകുന്നത് S മണികുമാർ ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനാകുന്നത് S മണികുമാർ. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഓക്കെ, അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയും അതിന്റെ സ്റ്റെപ്പിനിയായിട്ടൊക്കെ ഓർക്കാലോ. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി കേട്ടോ. ഓപ്പറേഷൻ സ്റ്റെപ്പിനി. അടുത്ത പോയിന്റ്, സിംഗപ്പൂരിന്റെ 7 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ള ISROയുടെ റോക്കറ്റ് ആണ് PSLV-56. സിംഗപ്പൂരിന്റെ 7 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ള ISROയുടെ റോക്കറ്റ് ഏതാണ്? PSLV-56. ജപ്പാനിൽ നടന്ന ലോക അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ 16 മെഡലുകൾ നേടി റെക്കോർഡ് നേടിയിട്ടുള്ളത് കാറ്റി ലഡക്കിയാണ് കേട്ടോ. കാറ്റി ലഡക്കി. അടുത്ത പോയിന്റ്, ജപ്പാനിൽ നടന്ന ലോക അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ 16 മെഡലുകൾ നേടി റെക്കോർഡ് ഇട്ടിട്ടുള്ളത് കാറ്റി ലഡേക്കിയാണ് കേട്ടോ. കാറ്റി ലഡേക്കി അമേരിക്കക്കാരിയാണ്. വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായിട്ടുള്ള എനി പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി ഡോക്ടർ പ്രദീപ് തലാപ്പിലാണ്.
ഓക്കെ. അപ്പൊ ജസ്റ്റ് ഓർക്കാം, വിഖ്യാത ശാസ്ത്ര പുരസ്കാരമാണ്. അപ്പൊ ശാസ്ത്രമൊക്കെ അറിയണമെങ്കിൽ നല്ല തലയൊക്കെ വേണം. തലാപ്പിൽ എന്നുള്ളത് ഓർത്തു വെക്കാം. ഡോക്ടർ പ്രദീപ് തലാപ്പിൽ. ഓക്കെ, ഇനി പുരസ്കാരമാണ് കേട്ടോ. ഡോക്ടർ പ്രദീപ് തലാപ്പിൽ. അടുത്ത പോയിന്റ് നോക്കാം. ബാഡ്മിന്റണിലെ ഏറ്റവും വേഗമേറിയിട്ടുള്ള സ്മാഷിന് ഉടമയായിട്ടുള്ള ഇന്ത്യൻ താരം സാത്വിക് സായിരാജ് ആണ്. ഓക്കെ, ബാഡ്മിന്റണിലെ ഏറ്റവും വേഗമേറിയിട്ടുള്ള സ്മാഷിന് ഉടമയായിട്ടുള്ള ഇന്ത്യൻ താരം സാത്വിക് സായിരാജ്. ദേശീയ ആരോഗ്യ മിഷന് നൽകാൻ ഉദ്ദേശിക്കുന്ന പുതിയ പേര് PMSSM ആണ്. പ്രൈം മിനിസ്റ്റർ സമഗ്ര സ്വാസ്ഥ്യ മിഷൻ കേട്ടോ. പ്രൈം മിനിസ്റ്റർ സമഗ്ര സ്വാസ്ഥ്യ മിഷൻ ആണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. പ്രസിഡന്റിന്റെ പരമോന്നത ദേശീയ പുരസ്കാരമായിട്ടുള്ള ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയണൽ ഓഫ് ഓണർ നേടിയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഹെൻലി അന്താരാഷ്ട്ര പാസ്പോർട്ട് സൂചികയിൽ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂർ. ഓക്കെ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂർ. ഇതിനൊക്കെ നമ്മൾ കോഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിപ്പോ ഇങ്ങനെ ജസ്റ്റ് വായിച്ചു വിടുന്നത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്നത് ആശിഷ് ജെ ദേശായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്നത് ആശിഷ് ജെ ദേശായി. പുതിയ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ. പുതിയ കോസ്റ്റ്, പാലിനൊക്കെ നല്ല കോസ്റ്റ് ആണെന്ന് വിചാരിക്കാം കേട്ടോ, നല്ല പൈസയാണെന്നൊക്കെ ഓർക്കാം. പുതിയ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ രാകേഷ് പാൽ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2023 വിംബിൾഡൺ പുരുഷ കിരീടം നേടിയിട്ടുള്ളത് കാർലോസ് അൽക്കാരസിനാണ് കേട്ടോ. 2023 വിംബിൾഡൺ പുരുഷ കിരീടം നേടിയിട്ടുള്ളത് കാർലോസ് അൽക്കാരസ്. ഓക്കെ, അപ്പൊ വിമ്മു വെച്ചിട്ട് അലക്കി എന്നൊക്കെ ഓർക്കാം കേട്ടോ. തുണിയൊക്കെ നമ്മൾ വിമ്മു വെച്ചിട്ട് അലക്കിന്ന് വെറുതെ ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ വനിതാ കിരീടം കിട്ടിയിട്ടുള്ളത് വാൻഡ്രസോവയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. മാർഗറ്റ വാൻഡ്രസോവ. ജസ്റ്റ് ഓർക്കാം, ഈ വിമ്മു വെച്ചിട്ട് നമ്മളിങ്ങനെ അലക്കി കഴിഞ്ഞപ്പോൾ പ്രൊട്ടസോവനെ ഓടിച്ചു കേട്ടോ. പ്രൊട്ടസോവ വാൻഡ്രസോവ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ചന്ദ്രയാൻ 3 പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് 2023 ജൂലൈ 14-നാണ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയിട്ടുള്ളത് 2023 ഓഗസ്റ്റ് 23-ന് കേട്ടോ. അപ്പൊ ചന്ദ്രയാൻ 3ന്റെ ദൗത്യം അല്ലെങ്കിൽ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് 2023 ജൂലൈ 14. അപ്പൊ അതൊരു വലിയൊരു ജോലിയാണെന്ന് ഓർക്കാം. അപ്പൊ ജൂലൈ മാസമാണെന്നുള്ളത് ഓർക്കാം. പിന്നെ ജൂലൈ 14 കേട്ടോ. US നാവികസേന മേധാവിയാകുന്ന ആദ്യ വനിത ലിസ ഫ്രാങ്കറ്റി ആണ്. UN നാവികസേന മേധാവിയാകുന്ന ആദ്യ വനിത ലിസ ഫ്രാങ്കറ്റി. ഫുട്ബോൾ ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള താരം 16-കാരിയായിട്ടുള്ള KC ഫെയർ ആണ്. ഫുട്ബോൾ ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള താരം. അപ്പൊ നല്ല പ്രായം കുറവാണെങ്കിലും നല്ല ഫെയർ കളിയാണെന്ന് വിചാരിക്കാം കേട്ടോ. ഫെയർ. ഓക്കെ, അപ്പൊ 16-കാരിയായിട്ടുള്ള KC ഫെയർ ആണ്. ഓക്കെ, ഇനി 2023 നടന്നിട്ടുള്ള ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബാങ്കോക്ക് ആണ്, തായ്ലാന്റ്. 2023 നടന്നിട്ടുള്ള ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തായ്ലാന്റ് ആണ് കേട്ടോ. തായ്ലാന്റ്, ബാങ്കോക്ക്. ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഫെയിം 2. ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട്, ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ കേട്ടോ, അതിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഫെയിം 2. മലയാള ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം 2022 നേടിയിട്ടുള്ളത് TV ചന്ദ്രനാണ്. ഓക്കെ, അതേപോലെ തന്നെ 2021 ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? KP കുമാരൻ. ഓക്കെ, 2023 നടന്നിട്ടുള്ള ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യയാണ്. 2023 നടന്നിട്ടുള്ള ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പ് കേട്ടോ, അതിൽ കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യ. 2023 നടന്നിട്ടുള്ള സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ 2022 വിശിഷ്ട അംഗത്വം നേടിയിട്ടുള്ളത് ആരൊക്കെയാണ്? MM ബഷീറും പ്രഭാകരനും. ഓക്കെ, വിശിഷ്ട അംഗത്വം വിശിഷ്ടമായിട്ടുള്ളതാണ്. അപ്പൊ ഒരു പ്രഭയുണ്ടെന്നൊക്കെ ഓർക്കാം. പ്രഭാകരൻ, അതുപോലെ തന്നെ MM ബഷീർ. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളി മിന്നുമണിയാണ്. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളി മിന്നുമണി. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ്. ഓക്കെ, കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം. രാജ്യത്തെ ഡിജിറ്റൽ പഠന രീതിയിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് പഞ്ചാബാണ്. രാജ്യത്തെ ഡിജിറ്റൽ പഠന രീതിയിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് പഞ്ചാബാണ്. പഞ്ചാബാണെന്നുള്ളത് ഓർക്കാം. ഫസ്റ്റ് പഞ്ചാബ്, 2-ാം സ്ഥാനത്തുള്ളതാണ് നമ്മുടെ കേരളം. അണ്ടർ 19 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് ഇംഗ്ലണ്ട് ആണ്. അപ്പൊ അണ്ടർ 19 യൂറോ ഈ വെച്ചിട്ട് തന്നെ കേട്ടോ, ഇംഗ്ലണ്ട് ആണ്. അണ്ടർ 19 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് ഏതാ? ഇംഗ്ലണ്ട് എന്നുള്ളത് ഓർത്തു വയ്ക്കുക.
ഓക്കെ. അടുത്ത പോയിന്റ്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഗൗതം ഘോഷിനെയാണ്. ഗൗതം ഘോഷ് കേട്ടോ. അപ്പൊ ചലച്ചിത്ര ജൂറി ചെയർമാൻ ആയിട്ടല്ലേ, അപ്പൊ ഒരു ആഘോഷമൊക്കെ ആയിരുന്നു ഓർക്കാം. ഗൗതം ഘോഷ് എന്നുള്ളത് ഓർത്തു വെക്കാം, ഗൗതം ഘോഷ്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീടം 2023 നേടിയിട്ടുള്ളത് ഇന്ത്യയാണ്. ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന സമ്മാനം നേടിയിട്ടുള്ള ഇന്ത്യൻ വംശജൻ സൽമാൻ റുഷ്ദി. ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന സമ്മാനം നേടിയിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാണ്? സൽമാൻ റുഷ്ദി. ഗോവയിൽ നടക്കുന്ന 37ാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്ത്. ഗോവ മോഗ കേട്ടോ. ഗോവയിൽ നടക്കുന്ന 37ാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്ത്. വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയിട്ടുള്ള ആഗോള ലിംഗസമത സൂചികയിൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഐസ്ലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 127. ഓക്കെ, ഡീറ്റെയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിംഗസമത സൂചിക ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. ഐസ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ജെൻഡർ തമ്മിലുള്ള ഗ്യാപ്പ് ഒക്കെ കുറവാണെന്നൊക്കെ ഓർക്കാം. ഐസ്ലാൻഡ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 127 ആണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ 2023 സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് HS പ്രണോയ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. പുതിയ പോലീസ് മേധാവിയായിട്ട് ചുമതലയേറ്റിട്ടുള്ളത് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. പോലീസ് കള്ളന്മാരെ കിട്ട് കൊടയും ഷെയ്ക്കിയും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഷെയ്ഖ് ദർവേഷ് സാഹിബ്, അല്ലെങ്കിൽ പോലീസിന്റെ വേഷവുമായിട്ടൊക്കെ ഓർക്കാം കേട്ടോ. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറി വി വേണു ആണ്. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറി ആണ് വി വേണു. ആഗോള ഫുട്ബോൾ സംഘടനയായിട്ടുള്ള ഫിഫയുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 100 ആണ്. ആഗോള ഫുട്ബോൾ സംഘടനയായിട്ടുള്ള ഫിഫയുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 100. രാജ്യത്തെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റോയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് കേട്ടോ, റോ, അതിന്റെ മേധാവി ആയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രവിയാണ്. അപ്പൊ റോ എന്ന് പറയുമ്പോൾ RAW ഓർക്കാം. ഇവിടെ ഐയും കൂടി ഇട്ട് കഴിഞ്ഞാൽ രവി പോലെ ഓർക്കാം കേട്ടോ. അപ്പം റോന്റെ മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ളത് രവി സിൻഹ. ഇനി UEFA നേഷൻസ് ലീഗ് കിരീടം 2023 നേടിയിട്ടുള്ളത് സ്പെയിൻ ആണ്. UEFA നേഷൻസ് ലീഗ് കിരീടം 2023 നേടിയിട്ടുള്ളത് സ്പെയിൻ ആണ്. ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 2023 കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി കേട്ടോ. ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 2023 കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? ഭവാനി ദേവി. ഭവാനി ദേവി. 200 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ പുരുഷ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 200 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ പുരുഷ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അഗ്നി 1 ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം നടത്തിയിട്ടുള്ളത് ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നുമാണ് കേട്ടോ. അഗ്നി 1 ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം നടത്തിയിട്ടുള്ളത് ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നാണ്. ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി 2023 പുരുഷ വനിതാ കിരീടങ്ങൾ നേടിയിട്ടുള്ളത് ഇന്ത്യ ആണ്. അപ്പൊ ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി 2023 പുരുഷ വനിതാ കിരീടങ്ങൾ നേടിയിട്ടുള്ളത് ഇന്ത്യ. ഏറ്റവും നല്ല കവിതയ്ക്കുള്ള മഹാകവി ഉള്ളൂർ അവാർഡ് മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള VP ജോയിയുടെ കാണാമറയത്ത് എന്ന കവിതയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ല കവിതയ്ക്കുള്ള മഹാകവി ഉള്ളൂർ അവാർഡ്. ഉള്ളൂർ അവാർഡ്, അപ്പൊ ഉള്ളിലാണ് നമ്മുടെ സന്തോഷം, ജോയ് എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ മഹാകവി ഉള്ളൂർ അവാർഡ് മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള VP ജോയിയുടെ കാണാമറയത്ത് എല്ലാം ഉള്ളിലല്ലേ, അപ്പൊ കാണാൻ പറ്റില്ല എന്ന് ഓർക്കാം കേട്ടോ. കാണാമറയത്ത് എന്ന കവിതയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനത്ത് നേടിയിട്ടുള്ളത് കേരളം. 2023 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, FA കപ്പ്, UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി. ഓക്കെ. അറബിക്കടലിൽ രൂപപ്പെട്ട ബിപ്പർ ജോയ് ചുഴലിക്കാറ്റിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് ബംഗ്ലാദേശ് ആണ് കേട്ടോ. അറബിക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ബിപ്പർ ജോയ് ആണ്. അപ്പൊ അറബിക്കൊക്കെ നല്ല ജോയ് ആണെന്ന് ഓർക്കാം അല്ലെ, ബിപ്പർ ജോയ്. ചുഴലിക്കാറ്റിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് ബംഗ്ലാദേശ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ഡച്ച് നൊബേൽ എന്നറിയപ്പെടുന്ന ശാസ്ത്ര മേഖലയിൽ നെതർലാൻഡ്സ് നൽകുന്ന പരമോന്നത ബഹുമതിയായിട്ടുള്ള സ്പിനോസ സമ്മാനം നേടിയിട്ടുള്ള ഇന്ത്യൻ വംശജ ചോദിക്കുകയാണെങ്കിൽ ജോയിറ്റ ഗുപ്തയാണ് കേട്ടോ. ജോയിറ്റ ഗുപ്ത. സ്പിനോസ ജസ്റ്റ് ഓർക്കാം, നമുക്ക് സ്പിനാച്ച് എന്ന് ഓർക്കാം. ഈ സ്പിനാച്ച് കഴിച്ചു കഴിയുമ്പോൾ പൊപ്പോയ് ഇല്ലേ, കാർട്ടൂൺ താരം, അപ്പൊ പൊപ്പോയ്ക്ക് ഭയങ്കര സന്തോഷം വരും എന്ന് ഓർക്കാം. ജോയ് ശക്തിയാണ്, നമുക്ക് ജോയ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ജോയിറ്റ ഗുപ്ത. ഡച്ച് നൊബേൽ എന്നറിയപ്പെടുന്ന ശാസ്ത്ര മേഖലയിൽ നെതർലാൻഡ്സ് നൽകുന്ന പരമോന്നത ബഹുമതിയായിട്ടുള്ള സ്പിനോസ സമ്മാനം നേടിയിട്ടുള്ള ഇന്ത്യൻ വംശജ ജോയിറ്റ ഗുപ്ത. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായിട്ട് അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് K-Phone. 71ാമത്തെ മിസ് വേൾഡ് 2023 മത്സരവേദി മുംബൈയാണ്, ഇന്ത്യ. ഓക്കെ, 71ാമത്തെ കേട്ടോ. മിസ് വേൾഡ് 2023 മത്സരവേദി മുംബൈയാണ്. 2023 അവസാനിച്ചിട്ടുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയയാണ്. 2023 അവസാനിച്ചിട്ടുള്ള
ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയ. ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം 2023 നേടിയിട്ടുള്ളത് ഇഗാ സ്വിയാടെക് ആണ്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് നല്ല സ്വാദാണെന്ന് ഓർക്കാം കേട്ടോ. സ്വിയാടെക്. ഓക്കെ, സ്വിയാടെക്. പുരുഷ കിരീടം നേടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച് ആണ്. പുരുഷ കിരീടം. ഓക്കെ, പുരുഷ കിരീടം കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച്. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം അല്ലെ. അപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് പുരുഷന്മാർക്ക് നോ എന്നുള്ള രീതിയിൽ ഓർക്കാം, അവർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഓർക്കാം. സ്ത്രീകൾക്ക് നല്ല സ്വാദാണെന്ന് ഓർക്കാം. ഓക്കെ, ഇഗാ സ്വിയാടെക് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്, പുരുഷ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിട്ടുള്ളത് ആരും? നൊവാക് ജോക്കോവിച്ച്. നമ്മൾ പറഞ്ഞിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതേപോലെ പുരുഷ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന താരം നൊവാക് ജോക്കോവിച്ച് ആണ്. കലയും ശാസ്ത്രവുമായി സംയോജിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ആദ്യമായിട്ട് നൽകുന്ന പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നർത്തകിയും ഗവേഷകയുമായിട്ടുള്ള ഡോക്ടർ മേതിൽ ദേവിയയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഫിഫ അണ്ടർ-20 ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് ഉറുഗ്വേ ആണ്. ഫിഫ അണ്ടർ-20 കേട്ടോ. ഫിഫ അണ്ടർ-20 ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ള ആരാണ്? ഉറുഗ്വേ ആണ്. പിന്നെ ജാവലിൻ ത്രോയിൽ ലോക 1ാം റാങ്കിങ്ങിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ അല്ലെ. അപ്പൊ ജാവലിൻ ത്രോയിൽ ലോക 1ാം റാങ്കിങ്ങിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. ഇപ്പോഴത്തെ PSC ചെയർമാൻ ആരാണ്? MR ബൈജു. സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് ബാഴ്സലോണയാണ്. സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് ബാഴ്സലോണ. പുതിയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേര് സൻസദ് ഭവൻ. ഓക്കെ, പുതിയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേര് സൻസദ് ഭവൻ. കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നീതി ആയോഗ് ദേശീയ ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് കേരളമാണ്. അതേപോലെ തന്നെ CBIയുടെ പുതിയ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ പ്രവീൺ സൂദ് ആണ് കേട്ടോ. ഓക്കെ, ട്വിറ്ററിന്റെ പുതിയ CEO ആരാ? ലിൻഡ യെക്കാരിനോ. സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് വെള്ളായണിയാണ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം. ഓക്കെ, ടൂറിനൊക്കെ നമ്മൾ പോകുന്ന വെള്ളമുള്ള സ്ഥലത്താന്ന് ഓർക്കാം. വെള്ളായണി, തിരുവനന്തപുരം. LIC ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് സിദ്ധാർത്ഥ മൊഹന്തി. LIC കേട്ടോ, LIC ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് സിദ്ധാർത്ഥ മൊഹന്തിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2ാം പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിക്കുന്ന അമ്മമാർക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാൻമന്ത്രി മാതൃവന്ദന യോജന. 2ാം പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിക്കുന്ന അമ്മമാർക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാൻമന്ത്രി മാതൃവന്ദന യോജന. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ GV രാജ പുരസ്കാരം നേടിയിട്ടുള്ളത് അപർണ ബാലനും M ശ്രീശങ്കറും ആണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ GV രാജ പുരസ്കാരം നേടിയിട്ടുള്ളത് അപർണ ബാലനും M ശ്രീശങ്കർ. ലോകബാങ്കിന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. ലോകബാങ്ക് ബംഗ അല്ലെ, അജയ് ബംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമയായിട്ടുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് ഹൈദരാബാദ് ആണ്. നല്ല ഹൈറ്റിലേക്ക് ആയിരുന്നു ഓർക്കാം. അംബേദ്കർ പ്രതിമയാണ് കേട്ടോ, ഹൈദരാബാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമയായിട്ടുള്ള അംബേദ്കർ പ്രതിമ 125 അടി കേട്ടോ, അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് ഹൈദരാബാദിലാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം ജൂസ് ആണ്. അപ്പൊ വാഴയ്ക്ക ജ്യൂസ് എന്ന് ഓർക്കാം കേട്ടോ, വാഴയ്ക്ക ജ്യൂസ് എന്ന് ഓർക്കാം. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ജൂസ്. 2023 അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായിട്ടുള്ളത് അർജന്റീന. 2023 അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായിട്ടുള്ളത് അർജന്റീന. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സേതുവിനാണ് കിട്ടിയിട്ടുള്ളത്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കേട്ടോ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? സേതുവിനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാ? സേതുവിനാണ് അല്ലെ. അപ്പൊ അതേപോലെ 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് സേതുവിന്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തറക്കല്ലിട്ടത് തിരുവനന്തപുരത്താണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടിട്ടുള്ളത് തിരുവനന്തപുരം. ആഭ്യന്തര യുദ്ധം രൂക്ഷമായിട്ടുള്ള സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. അപ്പൊ ഓപ്പറേഷൻ കാവേരി ഇമ്പോർട്ടന്റ് ആണ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായിട്ടുള്ള സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കൊച്ചിയിലാണ്. വാട്ടർ മെട്രോ കേട്ടോ. H3N8 പക്ഷിപ്പനി ബാധിച്ച് രാജ്യത്തെ ആദ്യ മനുഷ്യ മരണം രേഖപ്പെടുത്തിയിട്ടുള്ള രാജ്യം ചൈനയാണ്. H3N8 പക്ഷിപ്പനി ബാധിച്ച് രാജ്യത്തെ ആദ്യ മനുഷ്യ മരണം രേഖപ്പെടുത്തിയിട്ടുള്ള രാജ്യം ചൈന. ഫിഫയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് അർജന്റീന. ഫിഫയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് അർജന്റീന. യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം ലയണൽ മെസ്സി ആണ്. യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാരാണ്? മെസ്സി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കാം.
പൂർണ്ണമായും വൈദ്യുതീകരിച്ചിട്ടുള്ള റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ചിട്ടുള്ള റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഹരിയാന. ഇനി സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസത്തിനുമായിട്ട് കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ധീരം. സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസത്തിനും കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ധീരം എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ. സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ് നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ CR റാവു ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ് നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ CR റാവു. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ 1 കോടി രൂപയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പഞ്ചായത്ത് മീനങ്ങാടി വയനാടാണ്. ഓക്കെ. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ 1 കോടി രൂപയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പഞ്ചായത്ത് ഏതാണ്? മീനങ്ങാടി വയനാട്. തായ്ലാന്റ് ഓപ്പൺ നീന്തൽ സ്വർണം നേടിയിട്ടുള്ള മലയാളി താരം സാജൻ പ്രകാശാണ്. 2023 ദേശീയ പഞ്ചായത്ത് അവാർഡുകളിലെ കേരളത്തിലെ പഞ്ചായത്തുകൾ: മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ചെറുതാണെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ ചെറുതന. ഓക്കെ. മികച്ച ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ചെറുതന, ആലപ്പുഴ. കേരളത്തിലെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ള സോളാർ ടൂറിസം ബോട്ടാണ് സൂര്യാംശു. കേരളത്തിലെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ള സോളാർ ടൂറിസം ബോട്ട് കേട്ടോ. സോളാർ ടൂറിസം ബോട്ട്. ആ സോളാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കിട്ടും അല്ലെ. സൂര്യാംശു. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുമായി ചേർന്ന് ISRO നടത്തുന്ന വിക്ഷേപണ പദ്ധതിയാണ് പ്രോബ 3 മിഷൻ. ഓക്കെ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുമായിട്ട് ചേർന്ന് ISRO നടത്തുന്ന വിക്ഷേപണ പദ്ധതിയാണ് പ്രോബ 3 മിഷൻ. ഇന്ത്യൻ നാവികസേനയും ശ്രീലങ്കൻ നാവികസേനയും സംയുക്തമായിട്ട് കൊളംബിയയിൽ നടത്തുന്ന സൈനിക അഭ്യാസമാണ് സ്ലിനെക്സ്. ആരൊക്കെ തമ്മിലാണ്? ശ്രീലങ്കയും ഇന്ത്യയും കേട്ടോ. സ്ലിനെക്സ്. ഇന്ത്യൻ നാവികസേനയും ശ്രീലങ്കൻ നാവികസേനയും സംയുക്തമായിട്ട് കൊളംബിയയിൽ നടത്തിയിട്ടുള്ള സൈനിക അഭ്യാസമാണ് സ്ലിനെക്സ് 2023. 2021 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കസാക്കിസ്ഥാൻ. ചെസ്സിന് ഓരോ സ്ഥാനങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർക്കാം അല്ലെ. കസാക്കിസ്ഥാൻ. 2021 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായിട്ടുള്ളത് കസാക്കിസ്ഥാൻ. നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് മുംബൈ ആണ്. ലോകത്തെ മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് മുംബൈ തന്നെ എത്തണം എന്ന് ഓർക്കാം അല്ലെ. മലയാളത്തിൽ മുംബൈ എന്ന് പറയില്ലേ. മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് മുംബൈ. അടുത്ത പോയിന്റ്, കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷനായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി പ്രൊഫസർ വി നാഗ്ദാസ്. ലളിതമായിട്ടുള്ള കല, നാഗങ്ങളെ വെച്ച് പാമ്പിനെ വെച്ചിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു കലയാണെന്നൊക്കെ ജസ്റ്റ് ഓർക്കുക. കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷനായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി പ്രൊഫസർ വി നാഗ്ദാസ്. സാംസ്കാരിക വകുപ്പിന്റെ തകഴി പുരസ്കാരം നേടിയിട്ടുള്ളത് M മുകുന്ദനാണ്. സാംസ്കാരിക വകുപ്പിന്റെ തകഴി പുരസ്കാരം നേടിയിട്ടുള്ളത് M മുകുന്ദൻ. ഓക്കെ. അപ്പൊ മുഖത്ത് തഴുകി എന്ന് ഓർക്കാം കേട്ടോ. മുഖത്ത് തഴുകി, തകഴി പുരസ്കാരം. ഫിഫയുടെ പ്രസിഡന്റ് ആയിട്ട് 3ാമതും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ജിയാനി ഇൻഫാന്റിനോ. നമ്മൾ പറഞ്ഞു ഫിഫ ഫുട്ബോളൊക്കെ നമ്മൾ ഇൻഫന്റ് ആകുമ്പോൾ മുതലേ പഠിച്ചു വരണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ജിയാനി ഇൻഫാന്റിനോ. ലോകത്തെ ഏറ്റവും നീളം കൂടിയുള്ള പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ സിദ്ധരുദ്ധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ ഹുബള്ളിയാണ് കേട്ടോ. ഹുബള്ളിയിലാണ്. അപ്പൊ സിദ്ധരുദ്ധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ ഹുബള്ളി, കർണാടകയില്. ലോകത്തെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ സിദ്ധരുദ്ധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ. അടുത്ത പോയിന്റ്, ലോക വനിതാ ബോക്സിംഗിൽ മേരി കോമിന് ശേഷം തുടർച്ചയായിട്ടും 2 തവണ ലോക ചാമ്പ്യൻ ആകുന്ന താരം നിഖാത് സരിനാണ്. അപ്പൊ നിഖാത് സരിൻ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബോക്സിംഗ് ആണ് അല്ലെ. അപ്പോ ലോക വനിതാ ബോക്സിംഗിൽ മേരി കോമിന് ശേഷം തുടർച്ചയായിട്ട് 2 തവണ ലോക ചാമ്പ്യൻ ആകുന്ന താരമാണ് നിഖാത് സരിൻ കേട്ടോ. നിഖാത് സരിൻ. നിഖാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നിക്കാഹ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഈ നിക്കാഹ് കല്യാണത്തിനൊക്കെ നമുക്ക് കുറെ ബോക്സ് സ്വർണം ഒക്കെ വാങ്ങേണ്ടി വരുന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ ബോക്സിംഗ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ളത് മുംബൈ ഇന്ത്യൻസ് ആണ്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ളത് മുംബൈ ഇന്ത്യൻസ്. ലോകത്ത് ആദ്യമായിട്ട് 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റ് ടെറാൻ 1 കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ ടെറാൻ 1 കേട്ടോ. ടെറാൻ 1. രാജ്യത്തെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഹാൻലെ, ലഡാക്ക്. ഓക്കെ. രാത്രിയല്ലേ, കുറച്ച് ഡാർക്ക് ആയിരിക്കും എന്ന് ഓർക്കാം. അപ്പൊ ലഡാക്ക് ആണ് ഹാൻലെ കേട്ടോ. ഹാൻലെ, ലഡാക്ക്. അടുത്ത പോയിന്റ് നോക്കാം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ള നാർമടി പുടവ എന്ന കൃതി എഴുതിയിട്ടുള്ളത് സാറ തോമസ് ആണ്. സാറ തോമസ് കേട്ടോ. അപ്പൊ സാറ ജോസഫ് അല്ല, തോമസ് ആണ്. അപ്പൊ പുടവ എന്നിട്ടുള്ള ഒരു സാറ ആണെന്ന് ഓർക്കാം. സാറ. ഓക്കെ. സാറ തോമസ് എന്നുള്ളത് ഓർത്തു വെക്കാം.
ഇനി 2023 ഫിഫ പുരസ്കാരം മികച്ച പുരുഷ താരം മെസ്സിയാണ്. 2023 ഫിഫ പുരസ്കാരം മികച്ച പുരുഷ താരം ചോദിക്കുകയാണെങ്കിൽ മെസ്സിയാണ്. മികച്ച വനിതാ താരം അലക്സിയ പുറ്റലാസ്. ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഓർക്കാം കേട്ടോ, അലക്സിയ ഒരു ലക്ഷ്യം. അപ്പൊ 2023 ഫിഫ പുരസ്കാരം മികച്ച പുരുഷ താരം മെസ്സി, മികച്ച വനിതാ താരം അലക്സിയ പുറ്റലാസ്. ഇനി ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ ആണ് കേട്ടോ. ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ. ഇനി പരീക്ഷാ കാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയുള്ള സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോദർപ്പൺ. ഓക്കെ, പരീക്ഷാ കാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയുള്ള സൗജന്യ കൗൺസിലിംഗ് സംവിധാനം എന്താണ്? മനോദർപ്പൺ. തുർക്കി, സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. ഇപ്പൊ ഓപ്പറേഷൻ ദോസ്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? തുർക്കി, സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാ പ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം 2023 മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്, കോർപ്പറേഷൻ തിരുവനന്തപുരം. ഓക്കെ, കോർ എന്ന് പറയുമ്പോൾ എന്താ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിരുവനന്തപുരം ആണെന്ന് ഓർക്കാം. കാരണം നമ്മുടെ തലസ്ഥാനം തന്നെയാണെന്നുള്ള രീതിയിൽ ഓർക്കാം. കോർപ്പറേഷൻ തിരുവനന്തപുരം, ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്. ഇപ്പൊ ഒരു പെരുമ്പാമ്പ് വന്നുകൊണ്ട് തന്നെ വലിയൊരു ബ്ലോക്ക് ഉണ്ടായെന്ന് ഓർക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഗ്രാമങ്ങളിൽ മുളയുണ്ടെന്ന് ഓർക്കാം. മുളന്തുരുത്തി എറണാകുളം. ഓക്കെ, അപ്പൊ ജില്ലാ പഞ്ചായത്ത് കൊല്ലം, കോർപ്പറേഷൻ തിരുവനന്തപുരം, ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. യൂട്യൂബിന്റെ പുതിയ മേധാവിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ വംശജൻ നീൽ മോഹനാണ്. ഓക്കെ, യൂട്യൂബിന്റെ ആ ഒരു സിമ്പിളിന്റെ കളറ് റെഡ് ആണെങ്കിലും നമുക്ക് നീലയാണെന്ന് വെറുതെ ഓർത്തു വെക്കാം. യൂട്യൂബിന്റെ പുതിയ മേധാവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ. നീതി ആയോഗിന്റെ പുതിയ സിഇഒ BVR സുബ്രഹ്മണ്യം. ഓക്കെ, നീതി ആയോഗിന്റെ പുതിയ സിഇഒ ചോദിക്കുകയാണെങ്കിൽ BVR സുബ്രഹ്മണ്യം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത് ലണ്ടൻ ആണ്. നമ്മൾ പറയില്ലേ മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറയില്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണെന്ന് ഓർക്കുക കേട്ടോ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത് ലണ്ടൻ, രണ്ടാമത് ബംഗളൂരു. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യ വനിതാ താരം ഹർമൻപ്രീത് കൗർ ആണ്. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യ വനിതാ താരം ഹർമൻപ്രീത് കൗർ. ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയ ആണ്. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയ. സീവേജ് ക്ലീനിങ്ങിനായിട്ട് റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. റോബോട്ടിന്റെ പേര് ബാൻഡിക്കൂട്ട് അല്ലെ. ഒരു കൂട്ടും കൂടെ വേണം, കാരണം ഇതെല്ലാം ക്ലീനിങ് അല്ല, സീവേജ് ക്ലീനിങ് ആണ്. അപ്പൊ സീവേജ് ക്ലീനിങ്ങിനായിട്ട് റോബോട്ടുകൾ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് കേരളമാണ്. റോബോട്ടിന്റെ പേര് ബാൻഡിക്കൂട്ട് എന്നുള്ളതാണ്. ഗായിക വാണി ജയറാമിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുള്ള വർഷം 2023 ആണ്. യുദ്ധവിമാനം ഇറക്കി ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യൻ നിർമ്മിത വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. ഓക്കെ, യുദ്ധവിമാനം ഇറക്കി ചരിത്ര നേട്ടം കൈവരിച്ചിട്ടുള്ള ഇന്ത്യൻ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിക്രാന്ത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി കൂവം നദിയാണ്. ഏറ്റവും മലിനമായിട്ടുള്ള നദി കാണുമ്പോൾ നമ്മൾ കൂവം എന്ന് ഓർക്കാം അല്ലെ, കൂവം നദി. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ചോദിക്കുകയാണെങ്കിൽ വ്യാഴം എന്നുള്ളത് ഓർത്തു വെക്കാം. അടുത്ത പോയിന്റ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏറ്റിട്ടുള്ളത് U ഷറഫ് അലി ആണ്. സ്പോർട്സിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഉഷാറാവുന്ന ഓർക്കാം, U ഷറഫ് അലി. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ ബ്രാൻഡ് അംബാസഡർ സഞ്ജു സാംസൺ ആണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രൂപകൽപ്പനയിൽ പങ്കാളികളായിട്ടുള്ള ഉപഗ്രഹം ആസാദി സാറ്റ് 2 ആണ് കേട്ടോ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രൂപകൽപ്പനയിൽ പങ്കാളികളായിട്ടുള്ള ഉപഗ്രഹം ആസാദി സാറ്റ് 2. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് കേരളമാണ്. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് കേരളം. ഗ്രാമി ചരിത്രത്തിൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത് അമേരിക്കൻ ഗായിക ബിയോൺസെ ആണ്. ഗ്രാമി ചരിത്രത്തിൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ അല്ലെ. അപ്പൊ ബിയോണ്ട് ആയി എന്ന് പറയില്ലേ, അതിനപ്പുറമായി അമേരിക്കൻ ഗായിക ബിയോൺസെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എക്സ്പ്രസ് വേ ഏതാ? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള
എക്സ്പ്രസ് വേ ഏതാണ്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. അടുത്ത പോയിന്റ് നോക്കാം. 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് നേടിയിട്ടുള്ള സുഭാഷ് ചന്ദ്രന്റെ നോവല് സമുദ്രശിലയാണ്. അപ്പൊ 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കാ? സുഭാഷ് ചന്ദ്രൻ. ചന്ദ്രനുള്ള സമയത്ത് നമ്മൾ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഓർക്കാം. അപ്പൊ അക്ബർ കക്കട്ടിൽ അവാർഡ് നേടിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ്. നോവൽ ചോദിക്കുകയാണെങ്കിൽ സമുദ്രശില എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ നടന്ന 15ാമത്തെ ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമയാണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള 15ാമത്തെ ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമ. വിജയികള് ജർമ്മനിയാണ് കേട്ടോ. വിജയികള് ജർമ്മനി. ബ്രിട്ടീഷ് രാജകുടുംബമായിട്ടുള്ള ഹാരി രാജകുമാരന്റെ ആത്മകഥ സ്പെയർ ആണ്. അപ്പൊ രാജകുമാരൻ എന്ന് പറയുന്ന സ്പെയർ ആയിട്ട് ഉണ്ടാവും. ഒരു രാജാവ് മരിച്ച അടുത്ത രാജകുമാരൻ എപ്പോഴും സ്പെയർ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് ഓർത്തു വെക്കാം. അടുത്ത് നോക്കാം. അമേരിക്കയിൽ നടന്നിട്ടുള്ള 71ാമത്തെ വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം ചൂടിയിട്ടുള്ളത് ആർബണി ഗബ്രിയേൽ ആണ് കേട്ടോ. അമേരിക്കയിൽ നടന്നിട്ടുള്ള 71ാമത്തെ വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയിട്ടുള്ളത് ആർബണി ഗബ്രിയേൽ. ഓക്കെ. ആർബണി ഫേസ് ഒക്കെ ബണ്ണ് പോലെ ഉണ്ടായിരുന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി മദ്രാസ് IIT നിർമ്മിച്ചിട്ടുള്ള മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബാരോസ്. മദ്രാസ് IIT നിർമ്മിച്ചിട്ടുള്ള മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ബാരോസ്. കുറച്ച് ബാരൊക്കെ ഉണ്ടെന്ന് ഓർക്കാം കേട്ടോ. ബാരോസ്. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് സൈക്ലോൺ 1. ഓക്കെ. അപ്പൊ ഇന്ത്യയും ഈജിപ്തും, നമുക്ക് ഈജിപ്ത് എന്ന് പറയുമ്പോൾ മമ്മി ഫിലിമിനകത്തുള്ള ഈജിപ്തുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം അല്ലെ. അതിലിങ്ങനെ കുറെ സൈക്ലോൺസ് ഒക്കെ വരുന്നതായിട്ട് ഓർക്കാം. സൈക്ലോൺ 1 ആണ് കേട്ടോ. അതേസമയം ഏറ്റവും കൂടുതൽ സൈക്ലോണുകൾ ഉള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് അമേരിക്കയാണ്. മാറിപ്പോരുത്. പ്രഥമ അണ്ടർ-19 2020 വനിതാ ലോകകപ്പിൽ ജേതാക്കളായിട്ടുള്ളത് ഇന്ത്യയാണ്. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പേര് പുനർനാമകരണം ചെയ്തിട്ടുള്ളത് അമൃത് ഉദ്യാൻ. ഓക്കെ. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പേര് പുനർനാമകരണം ചെയ്തിട്ടുള്ളത് അമൃത് ഉദ്യാൻ. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയിട്ടുള്ളത് അരിയാന സബലങ്ക. ഓസിന് അരി വാങ്ങിച്ചു എന്ന് ഓർക്കാം കേട്ടോ. 2023 കേസാണ്. ഓസിന് അരി വാങ്ങിച്ചു എന്നുള്ളത് ഓർത്തു വയ്ക്കാം. പുരുഷ വിഭാഗം നൊവാക് ജോക്കോവിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. AFU ഓർക്കാൻ പറഞ്ഞു. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ എല്ലാം കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച്. ഇന്ത്യയും ജപ്പാനും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023. ഓക്കെ. ഇന്ത്യയും ജപ്പാൻ. ഓക്കെ. ജപ്പാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൻ എന്ന് പറയുന്നത് ഗാർഡിയൻ ആണെന്ന് വേണമെങ്കിൽ ഓർക്കാം അല്ലെ. വീർ ഗാർഡിയൻ 2023. 2022 ICCയുടെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സൊബേഴ്സ് പുരസ്കാരം നേടിയിട്ടുള്ളത് ബാബർ അസമിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പാകിസ്ഥാൻ. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് അരവിന്ദ് പനഗരിയ. ധനം പണം അല്ലെ. പണം പനഗരിയ. അരവിന്ദ് പനഗരിയ. ഇന്ത്യയിൽ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി AI പ്ലാറ്റ്ഫോം കൃത്രിമാണ്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം. ഏത് കായിക മത്സരത്തിന്റെ ഭാഗ്യചിഹ്നമാണ് വീരമംഗൈ വേലു നാച്ചിയാർ? ഏതാണ്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ കേട്ടോ. അപ്പൊ വീരമംഗൈ വേലു ഏതിന്റെയാണ്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024. കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. നല്ല വെള്ളം കൊടുക്കുക കേട്ടോ. സുജലം. കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഓപ്പൺ ഹേമർ സംവിധാനം ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റഫർ നോളൻ ആണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായിട്ടുള്ളത് കണ്ണൂരാണ്. ഓക്കെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായിട്ടുള്ളത് കണ്ണൂരാണ് കേട്ടോ. 2024. 2023 ഓടക്കുഴൽ അവാർഡ് നേടിയിട്ടുള്ളത് PN ഗോപികൃഷ്ണനാണ്. 2023 ഓടക്കുഴലൊക്കെ വായിക്കുന്ന കൃഷ്ണനെ ഓർക്കാം കേട്ടോ. 2023 ഓടക്കുഴൽ അവാർഡ് നേടിയിട്ടുള്ളത് PN ഗോപികൃഷ്ണനാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ കവിത മാംസഭോജിയാണ്. കൃതി ഏതാണ്? കവിത മാംസഭോജി കേട്ടോ. കവിത മാംസഭോജിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. മേജർ ധ്യാൻചന്ദ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ചിരാഗ് ഷെട്ടിക്കും സാത്വിക് സായിരാജിനുമാണ് കേട്ടോ. സാത്വിക് സായിരാജിനുമാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ധ്യാൻചന്ദ് പുരസ്കാരം. ഓക്കെ. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? ചിരാഗ് ഷെട്ടിക്കും അതേപോലെ തന്നെ സാത്വിക് സായിരാജിനാണ് കിട്ടിയിട്ടുള്ളത്. അർജുൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് M ശ്രീശങ്കറിനും മുഹമ്മദ് ഷമി കേട്ടോ. ദ്രോണാചാര്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് E ഭാസ്കരൻ. അതിനകത്ത് മലയാളിയാണ്. ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിട്ടുള്ളത് E ഭാസ്കരൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി സഞ്ജു സാംസൺ ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ള മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എഴുതിയിട്ടുള്ളത് EV രാമകൃഷ്ണൻ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം എന്നിവ തടയുന്നതിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ഓക്കെ. കുട്ടികളിലല്ല, അപ്പൊ ശരണബാല്യം എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് PSC ബുള്ളറ്റിനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ആ പോയിന്റ്സുകൾ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്രയും എല്ലാവരും പഠിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളും കൂടെ നോക്കുക. ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ക്ലാസ് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ടിരുന്ന് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.